നമസ്കാരം. ഈ വർഷത്തെ മികച്ച നടനുള്ള അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് തൃശ്ശൂരിലെ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്ക് കൊടുക്കണം. അമ്മാതിരി പെർഫോമൻസ് അല്ലേ ഈ സുരേഷ് ഗോപി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷന്റെ സമയത്തൊക്കെ എന്തായിരുന്നു മേളം. ആളുകൾ ഓടി നടന്ന് സഹായിക്കുകയായിരുന്നു. എന്നിട്ട് ഇത് ഓടി നടന്ന് മാധ്യമങ്ങളിൽ കൊടുക്കുകയായിരുന്നു. അതൊക്കെ കണ്ട് പല ജനങ്ങളും തെറ്റിദ്ധരിച്ചു, വോട്ട് ചെയ്തു, അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടു. അപ്പോഴേ പറഞ്ഞതാണ്, നിങ്ങൾ തിരുത്തി പറയേണ്ടി വരും, നിങ്ങൾ ഇതിനെ അനുഭവിക്കേണ്ടി വരുമെന്ന്. ഈ സുരേഷ് ഗോപി കേരളത്തിന്റെ ഒരു ആവശ്യത്തിനും കൂടെ ഉണ്ടാകില്ല, കേന്ദ്രത്തിനൊപ്പം മാത്രമേ അയാൾ നിൽക്കൂ എന്ന് നമ്മൾ പലവട്ടം പല ആവർത്തി പറഞ്ഞതാണ്. അത് തെളിയിക്കുന്ന മൂന്നാല് സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായല്ലോ. അക്കമിട്ട് തന്നെ പറയാം. ആദ്യ സംഭവം അർജുന്റെ വിഷയമാണ്. കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായിട്ട് സുരേഷ് ഗോപി എന്ത് ചെയ്തു? സുരേഷ് ഗോപി അവിടം വരെ ഒന്ന് പോയോ? സുരേഷ് ഗോപിക്ക് അവിടെ ചെന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് കേന്ദ്രവുമായി പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും നടത്തി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷെ സുരേഷ് ഗോപി എന്താണ് ചെയ്തത്? സുരേഷ് ഗോപി അവിടെയും ഉഡായിപ്പ് കാണിച്ചു. സുരേഷ് ഗോപി ഒരു രീതിയിലുള്ള ഇടപെടലും നടത്തിയില്ല. നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നതേയില്ല. ഒരു ഇലക്ഷൻ സമയമായിരുന്നുവെങ്കിൽ സുരേഷ് ഗോപി ഓടി ചെല്ലുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ മാധ്യമങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് അവിടെ പോയി നിന്ന് സിനിമ മോഡൽ കുറെ ഡയലോഗുകളൊക്കെ അടിച്ച് കയറ്റി അങ്ങ് വല്ലാത്ത രീതിയിൽ മാർക്കറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞല്ലോ. അപ്പോൾ അതാ കാണാനേ ഇല്ല ഇവർ തന്നെ. രണ്ടാമത് കേന്ദ്ര ബഡ്ജറ്റാണ്. കേന്ദ്ര ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മേളമായിരുന്നു. ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിന്റെ എല്ലാ സഹായങ്ങളും ഇവിടെ എത്തും, എല്ലാ പദ്ധതികളും ഇങ്ങോട്ടേക്ക് പറന്നെത്തും എന്നൊക്കെയാണ് സുരേഷ് ഗോപി വലിയ വായിൽ ഗീർവാണം അടിച്ചത്. കേന്ദ്രം വാരിക്കോരി തരാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. നരേന്ദ്രമോദിയും പറഞ്ഞു ഇവിടെ നിന്ന് ഒരു MP യെ കിട്ടുകയാണെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന നിങ്ങൾ കാണാൻ പോണേ ഉള്ളൂ. കണ്ടു, നന്നായി തന്നെ കണ്ടു. കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളം എന്ന വാക്ക് പോലും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു നമ്മൾ കേട്ടേയില്ല. എയിംസ് ദപ്പോൾ വരൂ എന്നൊക്കെയാണല്ലോ നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. റബ്ബറിന്റെ താങ്ങ് വില 250 ആക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാണല്ലോ നേരത്തെ നടന്ന ആൾക്കാരെയൊക്കെ പറ്റിച്ചിരുന്നത്. ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ കേന്ദ്രത്തോട് കാണിച്ച അവഗണനയ്ക്കെതിരെ ഇവിടുന്ന് പോയ UDFിൻ്റെയും അതുപോലെ തന്നെ LDFിൻ്റെയും MP-മാർ അങ്ങ് ഒറ്റക്കെട്ടായി നിന്ന് പ്രതിഷേധിച്ചപ്പോഴും സുരേഷ് ഗോപി എങ്ങും കാണാനേ ഉണ്ടായിരുന്നില്ല. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിനോട് തികഞ്ഞ അവഗണനയല്ലേ കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ കിടന്ന് സിനിമ മോഡലിൽ തട്ടിക്കേറുകയാണ്. വലിയ രീതിയിലുള്ള അഭിനയങ്ങൾ കാഴ്ചവെച്ച് അവിടെയും കിടന്നിട്ട് ഇങ്ങനെ ഒരുമാതിരി കിടന്ന് വരാല് പോലെ ഇങ്ങനെ വഴുതി പോവുകയാണ്. ഇപ്പൊ എന്താണ് വയനാടിൽ സംഭവിക്കുന്നത്? വയനാടിൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം നടന്നിരിക്കുകയാണ്. ഏകദേശം 152ഓളം ആളുകൾക്ക് ഇതിനോടകം തന്നെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. കുറെ ആളുകൾ ഇനിയും കണ്ടെത്താനുണ്ട്. സംസ്ഥാന സർക്കാർ സമാനതകളില്ലാത്ത രീതിയിലുള്ള പല രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്? കോൺഗ്രസ് പോലും ഈ അവസരത്തിൽ ഈ സർക്കാരിനൊപ്പം ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയാണല്ലോ. എവിടെയാണ് സുരേഷ് ഗോപി? ഇവിടെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ. ഈ സാഹചര്യത്തിലല്ലേ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഇടപെടലുകൾ നടത്തേണ്ടത്? എന്നാൽ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കുകയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കുകയോ, പോട്ടെ അങ്ങോട്ടേക്ക് ഭക്ഷണ സാധനങ്ങൾ ആർക്കെങ്കിലും എത്തിക്കാമോ, അല്ലെങ്കിൽ ഇന്ന ആവശ്യങ്ങൾ അവിടെയുണ്ട്, അങ്ങനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ സഹായിക്കുക എന്ന് പറഞ്ഞൊരു പോസ്റ്റെങ്കിലും ഫേസ്ബുക്കിൽ അദ്ദേഹം ഇട്ട് നമ്മൾ കണ്ടോ? കണ്ടു കാണില്ല. അതാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ. സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ ഒരു MP ആയാൽ, സഹമന്ത്രി ആയാൽ അയാൾ ഈ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും ഇങ്ങനെ തന്നെ നടനായി തന്നെ ജീവിക്കും. എന്തൊക്കെ മേളമായിരുന്നു. തൃശ്ശൂരിങ്ങ് തന്നിട്ടുണ്ടെങ്കിൽ മല മറയ്ക്കും എന്നാണ് പറഞ്ഞത്. തൃശ്ശൂരിൽ വലിയ രീതിയിൽ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. സുരേഷ് ഗോപി എങ്ങും കാണാനില്ല. VS സുനിൽകുമാർ ഇപ്പോഴും ഞാനിന്ന് ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ അദ്ദേഹം പലയിടങ്ങളിലും പോയിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ചെല്ലുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ചെന്ന് പല ആളുകളെ രക്ഷപ്പെടുത്തുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം വളരെ സജീവമായി തന്നെ ഇറങ്ങി തിരിച്ച് നടക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിനെ നിങ്ങളൊക്കെ കൂടി തോപ്പിച്ചെങ്കിലും അദ്ദേഹം തോക്കാതെ തന്നെ ജനങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. അല്ലാതെ സുരേഷ് ഗോപിയെ പോലെ ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരുകാർ 8 നിലയിൽ പൊട്ടിച്ചു വിട്ടു, പിന്നെ നിയമസഭാ ഇലക്ഷനിൽ 8 നിലയിൽ പൊട്ടിച്ചു വിട്ടു. അതിനുശേഷം സുരേഷ് ഗോപി കളിച്ച ഒരു ഗംഭീര ഗെയിമാണ് ഫുൾ എല്ലാം മാറ്റിമറിച്ചത്. ഒരു വർഷം മുമ്പ് രംഗത്തേക്ക് വന്നു, പിന്നീട് വിഷു കൈനീട്ടം കൊടുക്കലായി, അത് കൊടുക്കലായി, ഇത് കൊടുക്കലായി, വല്ലാത്ത രീതിയിലുള്ള ഒരു നന്മമരം ചമയിലായിരുന്നു. പാവം ജനങ്ങൾ ഓർത്തു, സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു. സുരേഷ് ഗോപി ഇങ്ങനെയൊന്നും അല്ല എന്ന സത്യം ഇപ്പോൾ നന്നായി തന്നെ തൃശ്ശൂർകാർക്ക് മനസ്സിലായിട്ടുണ്ട്. തൃശ്ശൂർകാർക്ക് വലിയൊരു തെറ്റ് പറ്റി എന്നുള്ള കാര്യം നന്നായി മനസ്സിലായിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിലും സുരേഷ് ഗോപി അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നേയില്ല. ഒരു തനി സംഖ്യയായി സുരേഷ് ഗോപി ആറാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ലല്ലോ, സുരേഷ് ഗോപിനെ ഒന്ന് നമുക്ക് മൊത്തത്തിലെടുത്ത് പഠിച്ചു നോക്കിയാൽ അറിയാമല്ലോ. സുരേഷ് ഗോപിനെ എല്ലാവരും ഇങ്ങനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്?
ഞാൻ കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടിയിൽ സുരേഷ് ഗോപി ഇങ്ങനെ വന്നിരുന്നിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരുടെ വേദനകളൊക്കെ ചോദിച്ചറിഞ്ഞ് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ ചെയ്യും. അപ്പോൾ ആൾക്കാർ ഇത് കണ്ടപ്പോൾ ഓർത്തു, ഓ സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ നന്മമരാണെന്ന്. ഇതൊക്കെ സുരേഷ് ഗോപി കാണിച്ചു കൂട്ടിയത് രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറാനും ശേഷം രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് MP ആകാനും കേന്ദ്രമന്ത്രിയാകാനും ഒക്കെയുള്ള ഒരു അദ്ദേഹത്തിൻ്റെ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്ന ഒരു പ്ലാൻ പ്രകാരം നടത്തിയ ചില നാടകങ്ങളായിരുന്നു. അതിലെല്ലാവരും വീണു എന്നുള്ളതാണ്. അദ്ദേഹത്തെ പറ്റി എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യത്വമുള്ള മനുഷ്യനാണെന്നൊക്കെ പല ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പതിയെ അത് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ജസ്റ്റ് ഒന്ന് പെട്ടു. നമ്മുടെ പോണ്ടിച്ചേരിയിൽ ആ ടാക്സ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് നല്ലൊരു പെടൽ പെട്ടു. അത് വലിയ വാർത്തയാകുന്ന സാഹചര്യം ഉണ്ടായി. മാത്രവുമല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർക്ക് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ചാടിക്കയറി മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെ കടിച്ചു കയറുന്ന സുരേഷ് ഗോപിയൊക്കെ നമ്മൾ കണ്ടല്ലോ. KPMSന്റെ പരിപാടിക്ക് പോയിട്ട് എനിക്ക് ബ്രാഹ്മണനാകണമെന്ന് പറയുക, അടുത്ത ജന്മത്തിൽ എനിക്ക് തന്ത്രിയാവണം, അതുപോലെ തന്നെ ശബരിമലയിൽ പോയി അയ്യപ്പനെ എനിക്ക് പൂജിക്കണം എന്നൊക്കെ പറയുക. അങ്ങനെയൊക്കെ തുടങ്ങി സുരേഷ് ഗോപി പ്രത്യേക രീതിയിലുള്ള ചില നിറമാറ്റങ്ങളും അദ്ദേഹത്തിനകത്ത് കിടക്കുന്ന സവർണാധിപത്യത്തിൻ്റെ ഒരു മുഖവുമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് കേരളമാണ്, ഇത് മലയാളികളാണ്. ഇമാതിരി ഉടായ്പൊക്കെ എല്ലാ കാലത്തും ഇങ്ങനെ നടത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നേറാൻ പറ്റുമെന്നൊന്നും വിചാരിക്കരുത്. ഇത്രയും വലിയ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായപ്പോൾ ആ സംഭവങ്ങളിലൊന്നും ഒരു രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ വിഷയങ്ങളിലൊക്കെ വലിയ ഒരു സഹായഹസ്തമായി കൂടെ നിൽക്കേണ്ട സുരേഷ് ഗോപിയെ ഇവിടെ കാണാൻ പോലുമില്ല. ദുരന്തമെന്നൊന്നും പറഞ്ഞാൽ പോരാ, ലോക ദുരന്തമായി മാറരുത് മിസ്റ്റർ സുരേഷ് ഗോപി എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളൊരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ നല്ല അഭിനയം കാഴ്ചവെക്കുന്ന നല്ലൊരു അഭിനേതാവാണ്. പക്ഷേ അത് ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ കൊണ്ടുപോയി അത്തരത്തിൽ പ്ലഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എല്ലാ കാലത്തും പ്രാവർത്തികമാകുമെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ പതിയെ ഇവിടുത്തെ ജനങ്ങൾ തന്നെ മാറ്റി തന്നോളും. നമുക്കറിയാമല്ലോ, കേരളത്തിന് കേന്ദ്രവിഹിതം കൊടുക്കാത്തത് മൂലം പെൻഷനൊക്കെ മുടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ നേരത്തൊരു മറിയക്കുട്ടി ചേട്ടത്തി എന്ന് പറഞ്ഞ് ഒരു അമ്മച്ചി രംഗത്തേക്ക് ഇറങ്ങിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അന്ന് ഈ മറിയക്കുട്ടി ചേട്ടത്തിയുടെ വീട്ടിൽ പോയി ഫോട്ടോഷൂട്ട് നടത്തിയ ആളാണ് സുരേഷ് ഗോപി. എല്ലാം ഞാനിപ്പോൾ ചെയ്തു തരും, മല മറയ്ക്കുമെന്ന് പറഞ്ഞു വന്ന ആളാണ് സുരേഷ് ഗോപി. ശേഷം ഇപ്പോൾ അർജുൻ്റെ വീട്ടിലേക്കൊന്ന് കയറിപ്പോവാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്നേ. ആമേഴിച്ചാൻ തോട്ടിൽ ജോയ് മരിച്ചു, നമ്മളൊക്കെ ചർച്ച ചെയ്തു, നമുക്കൊക്കെ ഏറെ സങ്കടം ഉണ്ടാക്കിയൊരു വിഷയമാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് ഗോപി അവിടെ പോയി ആരെങ്കിലും കണ്ടോ? പോട്ടെ, ഈ നമ്മുടെ വയനാട്ടിൽ ഇത്രയും വലിയ സംഭവം ഉണ്ടായി. സുരേഷ് ഗോപി ഓടിയെത്തേണ്ട ഒരാളല്ലേ. അദ്ദേഹത്തിന് അവിടെ എത്തിയിട്ട് കേന്ദ്രസേനയെ വിളിക്കാം, സൈന്യത്തിൻ്റെ പല രീതിയിലുള്ള സഹായങ്ങൾ അദ്ദേഹത്തിന് ആവശ്യപ്പെടാം. ഇതൊന്നും അദ്ദേഹം ചെയ്തില്ലല്ലോ. ഇവിടെയാണ് നമ്മൾ നമ്മുടെ സർക്കാരിനെ കാണേണ്ടത്. സർക്കാർ എന്താണ് ഇവിടെ ചെയ്യുന്നത്? സർക്കാർ ഇവിടെ ചെയ്യുന്നത് യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവന്ന് അത് ഏകോപിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എങ്ങനെ പെരുമാറണം എന്ന് നമ്മളെ പിണറായി വിജയൻ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കേന്ദ്രത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സംഘികളുടെയോ ആരുടെയും ഒരു സപ്പോർട്ടില്ലാത്ത സാഹചര്യത്തിൽ ആരൊക്കെ നമുക്ക് പിന്തുണ നൽകിയില്ലെങ്കിലും എൻ്റെ കൂടെ ഒറ്റക്കെട്ടായി മലയാളികളുണ്ട്. ഈ മലയാളികൾ എനിക്കൊപ്പം നിൽക്കുന്നിടത്തോളം കാലം ഞാൻ അവർക്കൊപ്പം ഉണ്ടാകുമെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സിനിമാ കളിയല്ല, ഒരു അഭിനയമല്ല. അതിനപ്പുറത്തേക്ക് ജനങ്ങളോട് ഒരുപാട് പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കേണ്ട, പ്രതിബദ്ധത കാണിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു 5 വർഷം നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാൻ നിൽക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ നിന്ന് 20 MP-മാർ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ശബ്ദമുയർത്താൻ. ഇതിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതായത് LDF-ൻ്റെയും UDF-ൻ്റെയും MP-മാരൊക്കെ കൂടി ചേർന്ന് കേരളത്തിന് വേണ്ടി വാദിക്കുമ്പോൾ ഒരാൾ മാത്രം കേരളത്തിന് പ്രതികൂലമായി നിൽക്കുന്നു. എന്തായാലും തൃശ്ശൂരിലെ ജനങ്ങളെ ഞാൻ തെറ്റു പറയുന്നില്ല കേട്ടോ. കാരണം തൃശ്ശൂരിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് അവർക്ക് തന്നെ നന്നായി മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രധാനപ്പെട്ട പരിപാടി ഈ ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയിട്ടാണല്ലോ അണ്ണൻ ജയിച്ചു കയറിയത്. ഇപ്പോൾ ഈ ക്രൈസ്തവരെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ എന്നാണ്, അതുപോലെ തന്നെ ഓരോ പരിപാടികൾ എന്നാണ്, അതൊക്കെ തേടി കണ്ടുപിടിച്ച് ഫേസ്ബുക്കിൽ ഇപ്പോൾ പോസ്റ്റ് ഇടലാണ് സുരേഷ് ഗോപിയുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. കേരളത്തിന് പുറത്ത് എന്താണ് ക്രൈസ്തവരുടെ അവസ്ഥ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോ പറഞ്ഞത്, അതായത് ക്രൈസ്തവരൊക്കെ ഈ മോദി ഭരണത്തിൽ അരക്ഷിതരാണെന്നാണ്. പല വൈദികരെയും ഒക്കെ കയ്യേറ്റം ചെയ്യുന്നു, ആരാധനാലയങ്ങൾ തല്ലിപ്പൊളിക്കുന്നു, അങ്ങനെ ക്രിസ്ത്യാനികളെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പീറ്റർ മച്ചാഡോ പറഞ്ഞത്. സുരേഷ് ഗോപി ഇവിടെ ക്രൈസ്തവരെ സുഖിപ്പിക്കുന്നത് കാണുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മണിപ്പൂരിലേക്ക് പോകണം എന്ന് സുരേഷ് ഗോപി ഒന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.